കഴിഞ്ഞ ക്ലാസ്സിൽ എക്സംഷൻ ടു ലോ ഓഫ് സപ്ലൈ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് മാർക്കറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ സപ്ലൈ എന്താണ്, ഡിമാൻഡ് എന്താണ് എന്നത് പറഞ്ഞു. സപ്ലൈ ഡിമാൻഡ് ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ദി ക്വാണ്ടിറ്റി സപ്ലൈഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പറയുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഈക്വൽ ആകുമ്പോഴാണ്. ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഫോഴ്സസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ്. അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ പ്രൈസിനെ ഇക്വിലിബ്രിയം പ്രൈസും തീരുമാനിക്കും. അപ്പോഴാണ് ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറയുന്നത്. The price at which the quantity demanded equals the quantity supplied is called equilibrium price. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആകുന്ന പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. എനി അതർ പ്രൈസ് ഈസ് കോൾഡ് ഡിസിക്വിലിബ്രിയം പ്രൈസ്. വേറെ പ്രൈസിനെയൊക്കെ ഈ ഡിസിക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയും. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആകുന്ന പോയിന്റിലുള്ള പ്രൈസിനെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയും. ബാക്കി വരുന്ന പ്രൈസിനെയൊക്കെ ഡിസിക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയും. ദിസ് ഈസ് ബിക്കോസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡസ് നോട്ട് ഈക്വൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് പ്രൈസ് വിൽ ബി ചേഞ്ചിങ്. അതായത് അത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡസ് നോട്ട് ഈക്വൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് പ്രൈസ് വിൽ ബി ചേഞ്ചിങ്. ഇപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് പറഞ്ഞു, ഡിസിക്വിലിബ്രിയം പ്രൈസ് പറഞ്ഞു. ഡിസിക്വിലിബ്രിയം പ്രൈസ് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ആ ഡിസിക്വിലിബ്രിയം പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ അല്ല. പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എ മാർക്കറ്റ് ദാറ്റ് എക്സിബിറ്റ്സ് എക്സസ് ഡിമാൻഡ് ഓർ എക്സസ് സപ്ലൈ സെറ്റ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് ഡിസിക്വിലിബ്രിയം. അപ്പോൾ ഒരു മാർക്കറ്റിൽ എക്സസ് ഡിമാൻഡോ അല്ലെങ്കിൽ എക്സസ് സപ്ലൈയോ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ ഡിസിക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സപ്ലൈനേക്കാൾ കൂടുതൽ ഡിമാൻഡ് വരിക, എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ വരിക. അത്തരത്തിലുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് ഡിസിക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പോൾ എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ, മാർക്കറ്റ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആകുമ്പോഴാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം ആകുന്നത്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഫോഴ്സുകൾ ഈക്വൽ ആകുമ്പോഴാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആകുന്ന പ്രൈസിനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സിറ്റുവേഷനിലെ പ്രൈസിനെയൊക്കെ ഡിസിക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയും. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡിന് ഈക്വൽ അല്ലാത്ത സിറ്റുവേഷനാണ് ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റ് എക്സസ് ഡിമാൻഡോ അല്ലെങ്കിൽ എക്സസ് സപ്ലൈയോ കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിസിക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് സിറ്റുവേഷനിലൂടെയാണ് ഡിസിക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് പ്രൈസ് ഇക്വിലിബ്രിയത്തിനേക്കാൾ താഴെ വരുമ്പോഴും പ്രൈസ് ഇക്വിലിബ്രിയത്തിനേക്കാൾ മുകളിൽ വരുമ്പോഴും എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് പ്രൈസ് ഇക്വിലിബ്രിയത്തിനേക്കാൾ താഴെ വരുമ്പോഴുള്ള സിറ്റുവേഷനാണ്. അങ്ങനെ ഇക്വിലിബ്രിയത്തിനേക്കാൾ താഴെയാണ് പ്രൈസ് വരുന്നത് എങ്കിൽ അവിടെ ഉണ്ടാകുന്നത് എന്താണ്? എക്സസ് ഡിമാൻഡാണ്, അതായത് ഷോർട്ടേജ്. ഇപ്പോൾ സപ്ലൈനേക്കാൾ കൂടുതൽ എന്തുണ്ടാകും? ഡിമാൻഡ് ഉണ്ടാവും. സപ്ലൈനേക്കാൾ കൂടുതൽ സാധനങ്ങൾക്കുള്ള ഡിമാൻഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ്? എക്സസ് ഡിമാൻഡാണ്, ഷോർട്ടേജ് ഓഫ് കമ്മോഡിറ്റിയാണ് വരുന്നത്. ഷോർട്ടേജ് ഇസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ ദി ക്വാണ്ടിറ്റി സപ്ലൈഡ്. അപ്പോൾ അത് ഈ ഒരു ഡയഗ്രത്തിലൂടെ നമുക്ക് കാണിക്കാം, അത് പറഞ്ഞുതരാം. എക്സ് ആക്സിൽ ക്വാണ്ടിറ്റി, വൈ ആക്സിൽ പ്രൈസും കൊടുത്തിട്ടുണ്ട്. ഇത് സപ്ലൈ കർവ്, ഇത് ഡിമാൻഡ് കർവാണ്. ഇത് ഒറിജിനൽ പ്രൈസുള്ള ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, ഒ പി എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പ്രൈസ്, ഈ ഒ ക്യു എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇനി പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും താഴെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് OP2 ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സപ്ലൈ കർവ് ഇവിടെയാണ്, ഡിമാൻഡ് കർവ് ഇവിടെയാണ്. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഷോർട്ടേജ് ആണ്. സപ്ലൈനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ട്, അപ്പോൾ അവിടെ ഷോർട്ടേജ് ആണ് വരുന്നത്, എക്സസ് ഡിമാൻഡാണ് വരുന്നത്. ഓക്കെ, അത്തരത്തിൽ ഷോർട്ടേജ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ സം കൺസ്യൂമേഴ്സ് വിൽ ബി അണേബിൾ ടു ഒബ്റ്റെയിൻ പ്രൊഡക്റ്റ് ആൻഡ് വിൽ ഹാവ് ആൻ ഇൻസെൻറ്റീവ് ടു ഓഫർ എ ഹയർ പ്രൈസ് ടു ബൈ ദി പ്രൊഡക്റ്റ്. അങ്ങനെ ഷോർട്ടേജ് വരികയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്കും കൺസ്യൂമേഴ്സിനും എന്തുണ്ടാവില്ല, സാധനങ്ങൾ കിട്ടൂല. അങ്ങനെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും? ഹയർ പ്രൈസിലോ സാധനങ്ങൾ വാങ്ങിക്കോളാം എന്ന് പറയും, ഓഫർ ചെയ്യും, ഹയർ പ്രൈസ് ഓഫർ ചെയ്യും. എ ഹയർ പ്രൈസ് വിൽ സൈമൾട്ടേനിയസ്ലി ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് ഡിക്രീസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അങ്ങനെ ഹയർ പ്രൈസ് ഓഫർ ചെയ്യുമ്പോൾ അത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയും ചെയ്യും. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ
ഷോർട്ടേജ് റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് സപ്ലൈയും ഇത് ഡിമാൻഡുമാണ്. അപ്പോൾ എക്സസ് ഡിമാൻഡ് ഉണ്ട്. എക്സസ് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ചില കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, ഹയർ പ്രൈസിൽ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുള്ളൂ അല്ലെങ്കിൽ ഓഫർ ചെയ്യും. ഹയർ പ്രൈസ് ഓഫർ ചെയ്യുമ്പോൾ സപ്ലൈ കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഇക്വിലിബ്രിയത്തിനേക്കാൾ മുകളിലാവുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴും എന്താണ് ഡിസിക്വിലിബ്രിയം സിറ്റുവേഷൻ ആണ്. അവിടെ ഉണ്ടാവുന്നത് എന്താണ്, സർപ്ലസ് ആയിരിക്കും. അപ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ സർപ്ലസ്, എക്സസ് സപ്ലൈ ആണ് ഉണ്ടാവുന്നത്. സർപ്ലസ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് വരാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് സപ്ലൈ കർവ്, ഇത് ഡിമാൻഡ് കർവാണ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രൈസ് പിയിൽ നിന്ന് P1ലേക്ക് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡിനേക്കാൾ കൂടുതൽ എന്താണുള്ളത്, സപ്ലൈ ആണ്. അപ്പോൾ എക്സസ് സപ്ലൈ ആണ് വരുന്നത്. When there is a surplus, firms have unsold goods piling up, which gives them an incentive to increase their sales by cutting the price. അപ്പോൾ പ്രൈസ് കുറച്ചുകൊണ്ട് അവർ കൂടുതലായിട്ട് സെയിൽസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, സപ്ലൈ കൂടുതലാണ്, പ്രൈസ് കൂടുതലായതുകൊണ്ട് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നില്ല. പ്രൈസ് കുറക്കാൻ വേണ്ടിയിട്ട് ഫേംസ് ശ്രമിക്കും, എന്നിട്ട് കൂടുതൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കും. കട്ടിംഗ് ദി പ്രൈസ് വിൽ സൈമൾട്ടേനിയസ്ലി ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ഡിക്രീസ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ്. അങ്ങനെ പ്രൈസ് കട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടുകയും ചെയ്യും, സപ്ലൈ കുറയുകയും ചെയ്യും. ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ് വിൽ റെഡ്യൂസ് ദി സർപ്ലസ്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് സർപ്ലസ് കുറക്കാൻ സഹായിക്കും. അങ്ങനെ വീണ്ടും മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദസ് ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് ദി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഇസ് ദ ഈക്വാലിറ്റി ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. അപ്പോൾ അത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഈ ഒരു ഡയഗ്രത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് എക്സസ് സപ്ലൈയും എക്സസ് ഡിമാൻഡും ഓവർകം ചെയ്തിട്ട് വീണ്ടും ഇക്വിലിബ്രിയം സിറ്റുവേഷനിലേക്ക് എത്തുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ഡയഗ്രം ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം പ്രൈസ് കൊടുത്തിട്ടുണ്ട്, 2 ഡിസിക്വിലിബ്രിയം സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രൈസ് ഇൻക്രീസ് ചെയ്യും, OP എന്ന് പറയുന്ന മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതൽ വരുന്നതും ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതൽ വരുന്ന സിറ്റുവേഷനും ഒന്ന് കുറവ് വരുന്നതും. അപ്പോൾ എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് algebraic explanation of market equilibrium. A market is in equilibrium when the quantity demanded equals the quantity supplied. Equilibrium price എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആകുന്ന പ്രൈസിനാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഈസ് ദി എമൗണ്ട് ബോട്ട് ആൻഡ് സോൾഡ് അറ്റ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇക്വിലിബ്രിയം പ്രൈസിൽ വാങ്ങുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിന് നമുക്ക് ഓൾജിബ്രിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും, ഒരു മാത്തമാറ്റിക്കൽ ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇഫ് ദ ഡിമാൻഡ് ഫംഗ്ഷൻ QD ഈസ് ഈക്വൽ ടു 8 - 1 PX ആൻഡ് സപ്ലൈ ഫംഗ്ഷൻ ഈസ് QS ഈസ് ഈക്വൽ ടു -4 + 2 PX. ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ക്യാൻ ബി ഡിറ്റർമിൻഡ് ഓൾജിബ്രിക്കലി ആസ് ഫോളോസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഡിമാൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഫംഗ്ഷനാണ്, നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന സൈൻ എന്താണ് ഡിമാൻഡിന്, അത് മൈനസ് സൈൻ ആണ്. സപ്ലൈൻ്റെ കേസിലാകുമ്പോൾ പോസിറ്റീവ് സൈൻ ആയിരിക്കും, അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ നമുക്കറിയാം QD ഈസ് ഈക്വൽ ടു QS ആണ്. അപ്പോൾ QD എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ളത് 8 - 1 PX ആണ്. ദെൻ QS എന്ന് പറയുന്നത് -4 + 2 PX ആണ്. ഓക്കെ, അപ്പോൾ QD ഈസ് ഈക്വൽ ടു QS ആക്കുക. അപ്പോൾ നമ്മൾ ചരമില്ലാത്ത X Y ഒന്നും ഇല്ലാത്ത എന്ത് ചെയ്യുക, ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ 8 + 4 ഒരുമിച്ച് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ 2 PX ഇവിടെ ബാക്കിയുണ്ട്. ഇവിടെ -1 PX ഇപ്പുറത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +1 PX ആവും. അപ്പോൾ 8 + 4 = 12 = 3 PX. ദെൻ PX ഈസ് ഈക്വൽ ടു ₹4 എന്ന് കിട്ടും. ഓക്കെ, 12/3 വരും, 4 കിട്ടും. അതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടി, PX എത്രയാണ് കിട്ടി. അപ്പോൾ എന്തായാലും ചെയ്യേണ്ടത്, ഈ PXന് പകരം ഈ ഒരു ഇക്വേഷനിൽ QDയിലും QSലും PX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 4. അപ്പോൾ വരുന്നത്
ക്യു ഡി ഈസ് ഈക്വൽ ടു 8 മൈനസ് 1 പി എക്സ് ആണ്. 8 മൈനസ് 1 ഇൻറ്റു 4, പി എക്സ് 4 ആയതുകൊണ്ട് 1 ഇൻറ്റു 4, അപ്പോൾ 8 മൈനസ് 4 ഈസ് ഈക്വൽ ടു 4 യൂണിറ്റ്സ്. ക്യു ഡി ഈസ് ഈക്വൽ ടു ക്യു എസ് ആയതുകൊണ്ട് ക്യു എസും 4 തന്നെ ആയിരിക്കും കിട്ടുന്നത്. അത് ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പി എക്സ്, അപ്പോൾ നമുക്ക് 4 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, അത്തരത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ അതിലൊക്കെ ക്യു ഡിയും ക്യു എസും തന്നിട്ടുണ്ട്. അതിൽ രണ്ടും ഈക്വൽ ആണ് എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് അതിൽ നിന്ന് പി എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക. ആ പി എക്സിൻ്റെ വാല്യൂ ക്യു ഡിയിൽ ക്യു എസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ചേഞ്ചസ് ഇൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം. The demand and supply model can be used to predict how the equilibrium price and quantity will change when either the demand or supply function shift or when both shift. അപ്പോൾ ഈ ചേഞ്ചസ് ഇൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നതിൽ പറയുന്നത് ഹൗ ദ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി വിൽ ചേഞ്ച്, എങ്ങനെയാണ് ഇക്വിലിബ്രിയം പ്രൈസും അതേപോലെ ക്വാണ്ടിറ്റിയും ചേഞ്ച് ചെയ്യുന്നത്. ഡിമാൻഡിലും സപ്ലൈ ഫംഗ്ഷനിലും ഷിഫ്റ്റ് ചെയ്യുക. ഡിമാൻഡിലും സപ്ലൈ ഫംഗ്ഷനിലും ഷിഫ്റ്റ് വരാം, അല്ലെങ്കിൽ രണ്ടിലും ഒരുമിച്ച് ഷിഫ്റ്റ് വന്നാൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റി മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ ചേഞ്ചസ് ഇൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നുള്ള ടോപ്പിക്കിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ മാറ്റം വരുന്നാൽ എന്താണ് ഇക്വിലിബ്രിയം പ്രൈസിലും ക്വാണ്ടിറ്റിയിലും വരുന്ന മാറ്റം. ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ പറയുന്നത് ഡിമാൻഡിൽ വരുന്ന മാറ്റം എന്ത് മാറ്റമാണ് ക്വാണ്ടിറ്റിയിലും അതേപോലെ തന്നെ പ്രൈസിലും ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഡിമാൻഡ് കർവ് റൈറ്റിലേക്കാണ്, വലത് ഭാഗത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിച്ചു എന്ന് പറയാം. എല്ലാ പ്രൈസ് ലെവലും ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിക്കും എന്ന് പറയാം. ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് എ ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് അറ്റ് ഓൾ പ്രൈസ് ലെവൽ. But given the market supply curve of a commodity, a rightward shift of the demand curve result both in a higher equilibrium price and a higher equilibrium quantity. Okay. അപ്പോൾ അവിടെ ഈ ഒരു ഡയഗ്രത്തിൽ അതാണ് കാണിച്ചിട്ടുള്ളത്, ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഒരു ഗിവൺ മാർക്കറ്റ് സപ്ലൈ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിമാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒറിജിനലി ഉള്ള പ്രൈസ് OP1 ആണെന്ന് കരുതുക. ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഡിയിൽ നിന്ന് ഡി ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ പുതിയതായിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് OP2ഉം ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് OQ2 ആണ്. അപ്പോൾ OP1ൽ നിന്ന് OP2ലേക്ക് ഇക്വിലിബ്രിയം പ്രൈസ് വർദ്ധിച്ചു, OQ1ൽ നിന്ന് OQ2ലേക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡും വർദ്ധിച്ചു. അപ്പോൾ എന്താണ്, ഡിമാൻഡ് മാത്രം ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണ് വർദ്ധിച്ചു എന്ന് പറയാം. ഇനി ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡിമാൻഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡും എന്ത് ചെയ്യുന്നു, കുറയാണ് ചെയ്യുന്നത്. ആദ്യത്തേനേക്കാളും കുറയും. ആദ്യം ഉണ്ടായിരുന്നത് OP1 ആണെന്നുണ്ടെങ്കിൽ ഈ ഡിയിൽ നിന്ന് ഡി ഡാഷിലേക്ക് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ OP2 പ്രൈസും വന്നു, OQ2 ക്വാണ്ടിറ്റി ഡിമാൻഡും വന്നു. അപ്പോൾ ആദ്യത്തേനേക്കാൾ എന്ത് ചെയ്തു, കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ചേഞ്ചസ് ഇൻ സപ്ലൈ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്ത് മാറ്റമാണ് ഇക്വിലിബ്രിയം പ്രൈസിലും അതേപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിലും വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കലി പ്രസൻറ്റേഷൻ വെച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻക്രീസ് ഇൻ സപ്ലൈ. ആദ്യം ഉണ്ടായിരുന്ന സപ്ലൈ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ ഇക്വിലിബ്രിയം പ്രൈസ് OP1ഉം ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി OQ1, ക്വാണ്ടിറ്റി സപ്ലൈയുടെ OQ1 ആയിരുന്നു. അതിൽ ആ ഒറിജിനൽ സപ്ലൈയിൽ നിന്ന് S' എന്നുള്ള സപ്ലൈയിലേക്ക് ഇൻക്രീസ് ചെയ്തു, ഷിഫ്റ്റ് ചെയ്താൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, OP2 ആയിട്ട് കുറയുകയും ചെയ്യും, ക്വാണ്ടിറ്റി ഡിമാൻഡ് OQ2 ആയിട്ട് കൂടുകയും ചെയ്യും. നെക്സ്റ്റ് ഡിക്രീസ് ഇൻ സപ്ലൈ ആണ്. ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒറിജിനലി ഉണ്ടായിരുന്നത് ഇതായിരുന്നു, അപ്പോൾ ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം ആണത്. അതിൽ നിന്ന് കിട്ടുന്ന പ്രൈസ് OP1ഉം അപ്പോൾ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി സപ്ലൈയുടെ OQ1 ആയിരുന്നു. സപ്ലൈ കുറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്താൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ S' അതിലുണ്ടാകുന്ന പ്രൈസ് എന്താണ്, വർദ്ധിച്ചു, OP2 ആയിട്ട് വർദ്ധിച്ചു. ക്വാണ്ടിറ്റി സപ്ലൈയുടെ എന്ത് ചെയ്തു, കുറയുകയും ചെയ്യും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ ഇനി പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒരുമിച്ച്
മാറിയാൽ ഒരുമിച്ച് മാറ്റം വന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇൻ മോസ്റ്റ് മാർക്കറ്റ് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർ ഷിഫ്റ്റ് ഫ്രം ടൈം ടു ടൈം. എക്സാമ്പിൾ ആയിട്ട് ദ ഡിമാൻഡ് കർ ഷിഫ്റ്റ് ദ റൈസ് ആസ് പോപ്പുലേഷൻ ആൻഡ് ഇൻകം ഗ്രോ. ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഒരുമിച്ച് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഡിമാൻഡ് മാറ്റം വരുന്നത് എപ്പോഴാണ്? പോപ്പുലേഷൻ വർദ്ധിക്കുക അതേപോലെ ഇൻകം വർദ്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡിമാൻഡിൽ മാറ്റം വരാം. സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ന്യൂ ഫേംസ് ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്താൽ കൂടുതൽ പ്രൊഡക്ഷൻ വരും, അപ്പോൾ സപ്ലൈ കർവും മാറാം. ഓക്കെ, ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. Whether the equilibrium price in a market rises or falls over time depends on whether demand shifts to the right more than does supply. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് മാർക്കറ്റിൽ റൈസ് ചെയ്യാണോ അല്ല കുറയാണോ? അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് രണ്ടും ഡിമാൻഡും സപ്ലൈയും മാറിയാൽ, രണ്ടും ഒരുമിച്ച് മാറിയാൽ ഇക്വിലിബ്രിയം പ്രൈസിന് എന്ത് സംഭവിക്കും? അത് കുറയോ കൂടോ എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഡിമാൻഡ് സപ്ലൈനേക്കാൾ കൂടുതൽ മാറുന്നുണ്ടോ എന്നതിനനുസരിച്ചിട്ടാണ്. ഓക്കെ, ഡിമാൻഡ് ആണോ സപ്ലൈ ആണോ കൂടുതൽ ചേഞ്ച് വരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രൈസിൽ ഇക്വിലിബ്രിയം പ്രൈസിൽ എന്ത് മാറ്റം വരുന്നു, അത് കുറയാണോ കൂടുകയാണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സിറ്റുവേഷൻ നോക്കുന്നുണ്ട്. ഡിമാൻഡ് ഷിഫ്റ്റ് റൈറ്റ് മോർ ദാൻ ദ സപ്ലൈ, ദ ഇക്വിലിബ്രിയം പ്രൈസ് റൈസസ്. ഇപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിമാൻഡ് സപ്ലൈനേക്കാൾ കൂടുതലായിട്ട് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഡിമാൻഡ് ഇത്, ആദ്യം ഉണ്ടായിരുന്ന സപ്ലൈ ഇത്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്ന OP1 ഉം OQ1 ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആയിരുന്നു. ക്വാണ്ടിറ്റി ഒരു മാർക്കറ്റിൽ വിൽക്കുന്ന ക്വാണ്ടിറ്റി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഡിമാൻഡ് ഇതിൽ നിന്നും D' എന്ന് പറയുന്ന ഡിമാൻഡിലേക്ക് വർദ്ധിച്ചു, S' വർദ്ധിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് അറിയാം, ഈ ഒരു ഡിസ്റ്റൻസിനേക്കാൾ വലുതാണ് ഡിമാൻഡിൻ്റെ ഡിസ്റ്റൻസ്, ഡിമാൻഡിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? OP2 പ്രൈസ് ഇൻക്രീസ് ചെയ്തു, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡിമാൻഡിന് സപ്ലൈനേക്കാൾ കൂടുതൽ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് വർദ്ധിക്കുന്നു എന്ന് പറയാം. നേരെ തിരിച്ചുള്ളൊരു കേസാണ് ഇത്. ഡിമാൻഡ് കുറഞ്ഞ രീതിയിൽ വർദ്ധിച്ചിട്ടുള്ളൂ, സപ്ലൈ കൂടുതൽ രീതിയിൽ വർദ്ധിച്ചു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന OP1 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പ്രൈസ് അതിനേക്കാൾ താഴെയായിരിക്കും നെക്സ്റ്റ് വരുന്ന കേസിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? വർദ്ധിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ രണ്ട് സിറ്റുവേഷനാണ് പറയുന്നത്. ഡിമാൻഡ് ഷിഫ്റ്റിംഗ് മോർ ദാൻ സപ്ലൈ ആൻഡ് സപ്ലൈ ഷിഫ്റ്റിംഗ് മോർ ദാൻ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന കേസിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ. ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. മാർക്കറ്റ് പ്രൈസ് ഇസ് ഡിറ്റർമിൻ ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ബേസ്ഡ് ഓൺ ഇൻട്രാക്ഷൻ ഓഫ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഇൻട്രാക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസിനെ തീരുമാനിക്കുന്നത്. ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ടു റൈറ്റ് ഇൻഡിക്കേറ്റിംഗ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ദ സപ്ലൈ കർവ് സ്ലോപ്സ് അപ്വേർഡ് ടു റൈറ്റ് ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് നമ്മൾ പ്രൈസ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ദ പ്രൈസ് അറ്റ് വിച്ച് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം പ്രൈസ്. വേറെ ഏതൊരു പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അവിടെ ഒന്നെങ്കിൽ എക്സസ് ഡിമാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സസ് സപ്ലൈ ആയിരിക്കും, ഒന്നെങ്കിൽ ഷോർട്ടേജ് ആയിരിക്കാം, ഒന്നെങ്കിൽ സർപ്ലസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസിനെ തീരുമാനിക്കുന്ന സിറ്റുവേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സപ്ലൈ കർവ്, ഇത് ഡിമാൻഡ് കർവാണ്. അപ്പോൾ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ടുള്ള ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടും. ഇനി ഈ OP2 എന്ന പ്രൈസിലേക്ക്, അത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും കുറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടും, സപ്ലൈ കുറവാണ്, അപ്പോൾ എക്സസ് ഡിമാൻഡ് ഉണ്ടാവും. ഇത്രയും പോർഷൻ എന്താണ്? എക്സസ് ഡിമാൻഡാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മുടെ സിറ്റുവേഷൻ മാറിയിട്ട് ഇക്വിലിബ്രിയം പ്രൈസിലേക്ക് തന്നെ വരും. ഇനി ആദ്യം ഇക്വിലിബ്രിയം പ്രൈസിൽ നിന്ന് കൂടുതലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സപ്ലൈ കൂടുതലാണ് ഡിമാൻഡിനേക്കാൾ, അപ്പോൾ എക്സസ് സപ്ലൈ വരുന്നത്. ഇത്രയും പോയിന്റ് എക്സസ് സപ്ലൈ ആണ് വരുന്നത്. എക്സസ് സപ്ലൈ വരുമ്പോൾ ഫേംസ് എന്ത് ചെയ്യുന്നു? അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ഒറിജിനലി ഉള്ള ഇക്വിലിബ്രിയം പ്രൈസിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് പ്രൈസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്
ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ്, മാർക്കറ്റ് ഇക്വിലിബ്രിയം. അതേപോലെ മാർക്കറ്റ് ഇക്വിലിബ്രിയം വരുന്ന സിറ്റുവേഷൻ, എന്താണ് ഷോർട്ടേജ്, എന്താണ് സർപ്ലസ്, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ എന്താണെന്ന് പറഞ്ഞു. പിന്നെ പ്രൈസ് ഡിറ്റർമിനേഷൻ, കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, ദെൻ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, ചേഞ്ചസ് ഇൻ സപ്ലൈ, ചേഞ്ചസ് ഇൻ ബോത്ത് എന്നുള്ളൊരു ഭാഗം കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ.